Welcome back to my channel Journey with Ash. Being alone in Batam, Indonesia, day 2. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞാൻ നല്ല എനർജറ്റിക് ആയിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നി ഇന്നലെ ആ ഉറക്കം വന്ന സമയത്ത് തന്നെയല്ല ഞാൻ പോയി കിടന്നത്. അപ്പം നന്നായിട്ട് ഉറങ്ങി, അതിൻ്റെ ആയിരിക്കണം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് പറയാനായിട്ട്, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ഒരു മൊമെന്റ് ഞാൻ ഓൾറെഡി ഒരു മൊമെന്റ്സ് എന്നും പറഞ്ഞൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് പോകുന്നത്. ആ ഷോർട്സ് അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് തന്നെയാണ് ജോയൽ ഇങ്ങനെ പോകാൻ തീരുമാനിക്കുന്നത്. ഞാനിങ്ങനെ ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാനും കരുതുന്നത്. അപ്പം ആ ഡേയും ഇതിനകത്തൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത് അതുകൊണ്ടാണ്. അപ്പം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അത് കഴിച്ചിട്ട് എനിക്ക് റെഡി ആയിട്ട് താഴെ പോയി നിൽക്കണം. അപ്പോഴായിരിക്കും അവൾ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഓട്സാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് എളുപ്പം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഓട്സ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ എടുത്തു വെച്ച് നോക്കിയപ്പോഴാണ് കണ്ടത്, എനിക്കിങ്ങനെ ഒരു തവണയും കൂടി ഓട്സ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ചേ ഉള്ളൂ ഓട്സ്. ഇപ്പം എന്തായാലും എനിക്ക് പുറത്തിറങ്ങി മേടിച്ചേ പറ്റത്തുള്ളൂ. ഇന്നലെ ജോയൽ പോയപ്പോഴെനിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാൻ പറ്റിയില്ലല്ലോ. അപ്പോഴെനിക്കറിയാമായിരുന്നു എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരും, ഇറങ്ങേണ്ടി വരുമെന്ന്. കുഴപ്പമില്ല, ഞാൻ ഈ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ഇഡലി ഉണ്ടാക്കാനൊക്കെ. അപ്പം അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ടും സെറ്റ് ആയില്ലെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങി മേടിക്കാമെന്ന് കരുതുന്നു. അല്ലാതെ വലിയ പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊന്നും ഉണ്ടാക്കിയ ഓട്സ് ആണ്. ഇത് കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് റെഡി ആവാൻ. അപ്പം നമുക്ക് വളരെ സമയമില്ല. ഈ എഴുന്നേറ്റ് കുറേ നേരം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിയും ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടി സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങണമെന്ന് തോന്നുന്ന ദിവസത്ത് നമുക്ക് ഒട്ടും സമയം തികയത്തില്ല. എത്ര നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു കാര്യം ചെയ്യാനില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പെട്ടെന്ന് സമയം പോകും. എൻ്റെ ഒരു കാര്യത്തിൽ അങ്ങനെ. അപ്പം എനിക്കൊന്ന് ഓട്സ് കൂടി. ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്ന് എല്ലാവരും വിളിക്കുവാണ്. രാവിലെ ഇനിയിപ്പോൾ എല്ലാവരും വക ഒരു കോളുണ്ട്. അമ്മയുടെ, ജോലിൻ്റെ അമ്മയുടെ എല്ലാവരും ഒന്ന് വിളിക്കും. അവരുടെ അടുത്ത് സംസാരിച്ച് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കും എനിക്ക്. അപ്പം ഇനി നിങ്ങളുടെ അടുത്തും സംസാരിച്ചിരുന്ന എൻ്റെ ഓട്സ് കഴിക്കുന്ന പരിപാടി നടക്കത്തില്ല. അപ്പം ഞാൻ ഓട്സ് കഴിച്ചിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് റെഡി ആണ്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ഫോൺ വിളിയും റെഡിയാകലും കൂടി ഒരുമിച്ചായിരുന്നു. ജോലി വിളിച്ച സമയത്ത് തന്നെയായിരുന്നു എനിക്ക് റെഡി ആകേണ്ട ടൈമും. അങ്ങനെ ഞങ്ങൾ ഫോൺ വിളിയും റെഡിയാകലും കൂടി ഞാൻ ഒരുമിച്ച് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് കാർത്തു എന്നെ വിളിച്ച് റെഡിയാക്കി കാറ് ബുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ റെഡി കംപ്ലീറ്റ്ലി ആയില്ലല്ലോ. എനിക്ക് ഷൂ ഒക്കെ ഇടണം, പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. അപ്പം ഞാൻ പറഞ്ഞ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കിന്ന് ഷൂ ഒക്കെ ഇട്ടൊന്ന് റെഡിയായ ശേഷം അവളെ വിളിച്ച് പറയണം. എന്നിട്ട് വേണം കാറ് ബുക്ക് ചെയ്യാൻ. അപ്പോഴത്തേക്ക് എനിക്ക് താഴെ ചെല്ലണം. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഒന്ന് റെഡി ആകട്ടെ. അങ്ങനെ ഞാൻ ഫൈനലി റെഡിയായി. ഇതിൻ്റെ ഇടയിൽ ഞാൻ കാർത്തൂനെ വിളിച്ച് പറഞ്ഞായിരുന്നു കാറ് ബുക്ക് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ എനിക്കിവിടെ ഡോറ് ലോക്ക് ചെയ്തിട്ട് താഴോട്ട് ചെല്ലണം. അപ്പം ഞാൻ താഴോട്ട് പോട്ടെ. കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം അവളെ ഒന്ന് പിക്ക് ചെയ്ത ശേഷം ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പം അതുവരെ ഞാൻ താഴെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പം എനിക്ക് താഴെ ഞാൻ കരുതി ലോബിയിൽ വെയിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നേരെ ചെന്ന് ലോബിയിൽ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ നേരെ പോയത് ഗ്രാൻഡ് ബത്താം മോളിലോട്ടായിരുന്നു. ഇതെൻ്റെ ഫ്രണ്ട് കാർത്തു, ഫുൾ നെയിം കാർത്തിക. ഞങ്ങൾ ചുമ്മാ മോളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി വന്നതായിരുന്നു. രാവിലെ വന്നാൽ ഉച്ചയ്ക്ക് പോയാൽ മതിയല്ലോ. മോളിൻ്റെ താഴെയിട്ട് ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. ഇത് സൂഷിയുടെ ഒരു സ്റ്റോളായിരുന്നു. പല വെറൈറ്റി സൂഷീസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഒരു ഇന്തോനേഷ്യൻ സ്നാക്കിൻ്റെ സ്റ്റോളിലായിരുന്നു. അവിടെയും ഒരുപാട് വെറൈറ്റി സ്റ്റോളുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഷോപ്സിലൊക്കെ പോയി ഡ്രസ്സിൻ്റെ, പിന്നെ ക്യൂട്ടായിട്ടും എസ്തെറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ഉള്ള കുറേ ഷോപ്സ് അവിടെ ഉണ്ടായിരുന്നു. അവിടെയും ഞങ്ങളൊന്ന് കയറി. പിന്നെ ഒരു ഇന്തോനേഷ്യൻ പിസ്സ കഴിക്കാനായിട്ട് പോയായിരുന്നു. ഇത് കാർത്തു സജസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഇന്തോനേഷ്യൻ ടച്ച് പിസ്സയൊക്കെ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫിൻ്റെയും ചീസിൻ്റെയും ഒരു ഫില്ലിംഗ് ആയിരുന്നു അതിനകത്തുള്ളത്. അതിനുശേഷം ഞങ്ങൾ പോയത് ഫൺ വേൾഡിലോട്ടായിരുന്നു. അവിടെ ആണെങ്കിൽ ഒരുപാട് പേരൻസ് കുട്ടികളെയും കൊണ്ട് ഗെയിംസ് കളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഒരുപാട് ഗെയിമിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് കളിക്കാനുള്ളതും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒക്കെ നിന്ന് ഞങ്ങൾ കുറേ നേരമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഡക്ക് കിച്ചൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട്. അവിടെയും കാർത്തു തന്നെയായിരുന്നു ഓർഡർ ചെയ്തത്. ഒരു ചിക്കൻ കറി റൈസ്, ഒരു നൂഡിൽസും ആയിരുന്നു. നൂഡിൽസ് നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിക്കൻ കറി റൈസ് ആയിരുന്നു. അതിൽ ചിക്കൻ കറിക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ ടച്ച് ആയിരുന്നു ഉള്ളത്. വീണ്ടും കഴിക്കണമെന്ന് നമുക്ക് തോന്നില്ല, അങ്ങനെ ഒരു ഫുഡായിരുന്നു. അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച ശേഷം വീണ്ടും ഒരു ഷോപ്പിലോട്ട് പോയായിരുന്നു. ഇതിനിടയിൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ കാർത്തിൻ്റെ ഫോണിലായിരുന്നു എടുത്തത്.
അവിടുന്ന് പിന്നെ ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോയി. ഹായ് ഹായ്, വീണ്ടും ഒരു ഹായ് പറയേണ്ടി വന്ന്. എനിക്ക് മുകളിൽ വെച്ച് എൻ്റെ ഫോൺ ഓഫായി പോയല്ലോ. പിന്നെ ഞാൻ കാർത്തൂൻ്റെ ഫോണിലാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ അതിനുശേഷം ഞങ്ങളൊരു കാറ് ബുക്ക് ചെയ്ത് എന്നെ ഇവിടെ റൂമിൽ ഡ്രോപ്പ് ചെയ്തിട്ട്, അപ്പാർട്ട്മെൻറ്റിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവളങ്ങ് പോയി. പിന്നെ ഞാൻ നേരെ വന്ന് ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടേക്കുമായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഒന്ന് പോയി ഫ്രഷപ്പൊക്കെ ആയി. അതിനുശേഷം ഈ ഫോൺ ഫുള്ളി ചാർജായ ശേഷമാണ് ഞാനെടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പം കുറച്ച് നൈറ്റായി. ഇനിയിപ്പോൾ എനിക്ക് വീട്ടിലോട്ടെല്ലാം ഒന്ന് വിളിക്കണം. ഞാൻ ആ സമയത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോൺ ഓഫായി പോകുമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും വിളിക്കണം. അതുപോലെ തന്നെ എനിക്കൊന്ന് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്, അതും ചെയ്യണം. അതിനുശേഷം പിന്നെ കിടക്കുക, ആ പരിപാടിയൊക്കെ ഉള്ളൂ. പിന്നെ കുറേ നേരം ലാപ്ടോപ്പിലും ഫോൺ വിളിയിലും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, അങ്ങനെ ഇരുന്നു. ഇന്നത്തെ എൻ്റെ ഒരു ഡേ 2 അടിപൊളിയായിരുന്നു. ഫ്രണ്ടിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈം ഫുൾ സൂപ്പർ ആയിരുന്നു. ഞങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് ഇന്നത്തെ ഒരു ഡേ എങ്ങനെ കടന്നു പോയെന്ന് പോലും മനസ്സിലായില്ല. പിന്നെ ഇപ്പം സമയം കിടക്കേണ്ട ടൈമായി, ഒരു 11 മണിയോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഇനി വെറുതെ ഇരുന്ന് സമയം കളയണ്ടല്ലോ. അപ്പം ഇന്നത്തെ എൻ്റെ ഡേ 2 നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നാളെ ഡേ 3 ആയി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.